നിന്റെ കെട്ടിയാൻ എവിടെയാണ്? ആ വൃത്തി കെട്ട തെണ്ടിയാണ് ഇറക്കി വിട്. അവനങ്ങടെ ഇറക്കി വിടുന്നു. അവനോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആര് ഞാൻ അവനോട് പറഞ്ഞോളാന്ന്, നിന്നോട് പറയേണ്ടതല്ല. എന്റെ കയ്യിൽ പാറ്റവാരയുടെ നിൽക്കണവേ. എന്താടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഇറക്കി വേണ്ടി എന്റെ അമ്മ വെറുതെയാണ് അമ്മ ഈ പെൻഷൻ കാശ് ഇത് മുഴുവൻ കൊണ്ടു കൊടുക്കണത്. നന്ദിയില്ലാത്ത ജന്തുവാണ്, നന്ദിയില്ലാത്ത ജന്തു. എന്റെ പെൻഷന്റെ കാര്യമൊന്നും ആരും സംസാരിക്കണ്ട. എന്റെ പെൻഷൻ കാശ് എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. നീ ഇപ്പൊ മര്യാദക്ക് പറഞ്ഞു എന്താ കാര്യം പറയണ്ടോ? അവനിങ്ങാട് വിളിക്കുന്നവനാ. കള്ളും കുടിച്ചിട്ട് വന്ന് വേണ്ടതിനും പറയുന്നത്. ഞാൻ നല്ല ബോധത്തിലാണ് സംസാരിക്കണത്, നല്ല ബോധത്തിലാണ് സംസാരിക്കണേ. നീ എന്റെ കഞ്ഞിൽ പുഴി വരാതെ നിൽക്കണം. എനിക്ക് ദേഷ്യം വരും. കാര്യം എന്താ പറയേണ്ടത്? കാര്യം എന്താ പറ. അത് ശരി. അപ്പൊ നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. തങ്ക ഇവനൊരു 10-30,000 രൂപ ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ആ സായിപ്പിനെ മദാമ്മനെ ഇവിടെ താമസിക്കാൻ അറേഞ്ച് ചെയ്തത്. ഓ അതായി അമ്മ സമ്മതിച്ചാലേ. അമ്മ സമ്മതിക്കണല്ലേ? ഇവൻ അതിന്റെ ഇടയിൽ ഇടങ്കോല് ഇട്ടിട്ടുണ്ടല്ലേ 25,000 രൂപ അൻസാറിന്റെ വീട്ടിൽ കൊണ്ട് അവരെ താമസിച്ചില്ല. അനാവശ്യം പറയരുത്. ക്ലീറ്റോൻ അതല്ല പണി. ക്ലീറ്റോനോട് ചോദിക്കുന്നവൻ എന്താ ക്ലീറ്റോ? അതുപോലെ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. എന്ത് ചീത്തപ്പേരാ? എന്ത് ചീത്തപ്പേര് നമ്മുടെ കുടുംബത്തിനുണ്ടാവും? നീയാണോ അങ്ങനെ ചെയ്തത്? അല്ല അത് പിന്നെ അമ്മ ഏതോ രാജ്യത്ത് കിടക്കണ ഒരു പാവ സായിപ്പ് മതാണ്. അവർക്ക് അന്തി ഇറങ്ങാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒപ്പിച്ചു കൊടുത്തു. അത് തെറ്റാ അമ്മ? നീയാണോടാ ചതിവ് ചെയ്തത്? എടാ അവനൊരു 10-30,000 രൂപ കിട്ടുന്ന കാര്യമല്ലായിരുന്നു. എന്തിനാ ഈ ചതിവ് ചെയ്തത്? നീ എന്തെല്ലാം എന്റെ കൂടെ പറഞ്ഞു? ആ സാഹിബ് ഈ സാഹിബിന്റെ കൂടെ കിടക്കും, ഈ സാഹിബ് മറ്റേ മാതാമ്മയുടെ കൂടെ കിടക്കും, മാതാമ്മ വന്നിട്ട് ഇങ്ങോട്ട് ചെയ്യും. എന്തോന്നാണ് നീ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്? അമ്മ ഏത് സാഹിബ് ഏത് മതാമ്മയുടെ കിടന്ന് നമുക്കെന്തമ്മ? നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടായില്ലല്ലോ. ആ 10-30,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ ആ ചെയിനൊക്കെ എടുത്തു കൊടുക്കായിരുന്നില്ലേ അമ്മ? അതെ, ആ 30,000 രൂപ ഈ വീട്ടിൽ കിട്ടിയ എനിക്കെന്തൊരു ഗുണം അമ്മ? ഇതിപ്പോ എനിക്ക് അൻസാർ 5,000 രൂപ കമ്മീഷൻ തന്ന് നമ്മുടെ കുടുംബത്തിന്റെ മാനം പോയില്ല, നമ്മുടെ സംസ്കാരം അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തില്ലേ? ഇതാണ് എന്റെ സംസ്കാരം.